വലിയൊരു കിച്ചണും വലിയ വർക്കരിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ഒറ്റ നിർബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നത്. വള്ളിയാമ്പുറം കുന്നംപുറത്ത് വരികയാണെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വീട് കാണാൻ പറ്റും. നിങ്ങൾ ഈ വീട് സ്കിപ്പ് ചെയ്തിട്ടോ, മനോഹരമായിട്ടുള്ള ഒരു വീട്, അതും 6500 സ്ക്വയർ ഫീറ്റിൽ ചെങ്ങനക്കാട്ടിൽ അബ്ദുള്ളാക്ക നിർമ്മിച്ചിട്ടുള്ള ഒരു അടിപൊളി വീട്. ബെൻസ് കാറൊക്കെ വീട്ടിലുണ്ടെങ്കിലും ജീപ്പാണ് പ്രയോറിറ്റി കൊടുത്തിട്ട് കാർ ഫോർച്ചിൽ ചോട്ട് എൽ ഷേപ്പ് ഫ്രീ. മാത്രമല്ല മുകളിൽ സിമെന്റ് ടെക്സ്ചറിങ് ചെയ്തിട്ടുള്ള രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ആന്റിക് ലുക്കിലാണ് ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അകത്ത് വളരെ സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണാം. രസകരമായിട്ടുള്ള ഒരു പാഷ്യാണ്. നല്ല രസം എന്ന് പറഞ്ഞാൽ ഫുൾ വിൻഡോ ആണ്. വിൻഡോയിൽ കട്ടൻ നീക്കി കഴിഞ്ഞാൽ നമ്മളെ ഈ ഫൗണ്ടൈൻ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മളെ ലെഫ്റ്റ് സൈഡിൽ ലിവിംഗ് ഏരിയ കൊടുത്തുള്ളത്. കട്ടങ്ങ നീക്കിയിട്ട് ലിവിംഗ് ഏരിയയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഫൗണ്ടൈനിൽ വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാൻ പറ്റും, ആ പച്ചപ്പ് കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള ഒരു പാഷ്യം കൊടുക്കുന്നത്. അതും സ്ലൈഡിംഗ് ഡോർ വിത്ത് ഗ്ലാസോട് കൂടെയാണ് നമ്മുടെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയൊരു വിൻഡോ ആണ്, സ്ലൈഡിംഗ് ഡോറാണ്. അത് തുറന്നാൽ കിട്ടുന്നത് സ്വിമ്മിംഗ് പൂളാണ്. ഒരു രസകരമായിട്ട് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ കട്ടൻ അങ്ങനെ നീക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്വിമ്മിംഗ് പൂൾ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം. ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ്. ഈ വീടിന്റെ ഹാളിന്റെ പ്രത്യേകത വിശാലമായിട്ടുള്ള ഹാളാണ്. ഇപ്പൊ ഇവിടെ നമ്മളൊരു ടീം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും ബാക്കി ഒരു 100 ആളുകൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയ രസകരമായിട്ട് ഒരു ബേ വിൻഡോ ഉണ്ട്. ഈ വീടിന്റെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ വിശാലമായ വിൻഡോകളാണ്. പുറത്തുള്ള ഭംഗി അതേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന വിശാലമായ വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മുന്നിൽ ഫുൾ ലെങ്ത്തിൽ കൊടുത്തുകൊണ്ട് തന്നെ പാനലിംഗ് ഒക്കെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിരസകരമായിട്ട് ഇതിന്റെ മുകളിൽ ഒരു ഷിയാസ് അഹമ്മദ് വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഉള്ളത്. നല്ല രസകരമായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്.